അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള ആദ്യത്തെ ചാപ്റ്റർ ഏരിയ, പരപ്പളവാണ്. പരപ്പളവിൽ ആദ്യം നമ്മൾ പരപ്പളവ് പഠിക്കുമ്പോൾ ഫിഗർ ആയിട്ട് തുടങ്ങണം. ആദ്യത്തെ ഫിഗർ സ്ക്വയർ ആണ്, സമചതുരം. സമചതുരത്തിന്റെ പ്രത്യേകത എന്താ? എല്ലാ സൈഡും തുല്യമായിരിക്കും. ഇവിടെ എ ആണെങ്കിൽ ഇവിടെയും എ ആയിരിക്കും. അങ്ങനെ ഇതിന്റെ ഏരിയ, പരപ്പളവ്, ഏരിയ സമം എന്തായിരിക്കും? രണ്ട് സൈഡും കൂടെ ഗുണിക്കുന്നതായിരിക്കും. എ ഗുണം എ ഈക്വൽ ടു എങ്ങനെ എഴുതാം? എ സ്ക്വയർ. അപ്പൊ ഇതിന്റെ പരപ്പളവ് എന്താണ്? എ സ്ക്വയർ. ഇതേപോലെ അടുത്തത് നമ്മൾ ദീർഘചതുരം വരയ്ക്കണം, ഒരു റെക്റ്റാങ്കിൾ. അതിനും രണ്ട് വശങ്ങളായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന് ലെങ്ത് എൽ, ഒന്ന് ബ്രെഡ്ത്ത് ബി. അപ്പൊ ഇതിന്റെ ഏരിയ എങ്ങനെയായിരിക്കും? ഒരു വശം എല്ലും ഒരു വശം ബി ആയിട്ട് എടുത്താൽ ഇതിന്റെ പരപ്പളവ് ഏരിയ സമം എൽ ഗുണം ബി, എൽ ഇൻറ്റു ബി ആയിരിക്കും. എൽ ഇൻറ്റു ബി നമുക്ക് എൽ ബി എന്ന് എഴുതാം. അപ്പോൾ ഒരു റെക്റ്റാങ്കിളിന്റെ ഏരിയ എൽ ബി എന്ന് കിട്ടി, സ്ക്വയറിന്റെ ഏരിയ എ സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് ഈ പാഠത്തിൽ കൂടുതലും പഠിക്കേണ്ടത് ട്രയാങ്കിൾ, ത്രികോണങ്ങളുടെ ഏരിയയെ പറ്റിയാണ്. അപ്പൊ ആദ്യം ഒരു ത്രികോണം വരയ്ക്കാം. ത്രികോണത്തിന് എത്ര വശമുണ്ട്? 3 വശമാണുള്ളത്. ഒരു ത്രികോണം പേര് കൊടുക്കുക, എ ബി സി. ത്രികോണത്തിന് 3 വശമുണ്ട്. ഒരു വശത്തിന് ലെങ്ത്, അതിന്റെ വശത്തിന്റെ നീളം ചെറിയ എ, സ്മോൾ എ എന്നും, മറ്റൊരു വശം ബി എന്നും, ഇവിടെ സി എന്നും എടുക്കുന്നു. ഇതിൽ നോക്കി അളവ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാൻ, ഏരിയ കണ്ടുപിടിക്കാൻ 2 കാര്യങ്ങളാണ് വേണമെന്ന് ഞാൻ പറഞ്ഞു. 2 കാര്യങ്ങളിൽ ഇവിടെ നോക്കുമ്പോൾ 3 വശങ്ങളുണ്ട്. അപ്പൊ ഏത് 2 എടുക്കും? അപ്പൊ ഇവിടെ എടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ താഴത്തെ ബേസ്, പാദം, അത് വേണം, ഗുണം ഇതിന്റെ ഉയരം. ഇതിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗം, മുകളിലത്തെ വെർട്ടെക്സ്, മുകളിലത്തെ മൂല, ആ മൂല മുതൽ പാദം വരെയുള്ള ലംബമായ ദൂരം, അതിനെ പറയുന്ന പേരാണ് ഹൈറ്റ്, ഉയരം, എച്ച്. ത്രികോണത്തിന്റെ ഉയരം അതാണ് വേണ്ടത്. അപ്പം അതുകൊണ്ട് ഗുണിക്കണം. പക്ഷേ ഇവിടെ ഒരു സംഭവം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും, അതാണ് 1/2, ഹാഫ്. അപ്പം ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു എച്ച്. നമ്മളിപ്പോൾ ഇവിടെയാണ് ഈ വശമാണ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ഉയരം എന്ന് പറയുന്നത് ഈ മൂല മുതൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ അവിടെ വരുന്നത് എന്തായിരിക്കും? ഹാഫ് ഡി ഇൻറ്റു എച്ച് എന്നായിരിക്കും. ഇതാണ് പാദമായിട്ട് എടുക്കുന്നതെങ്കിൽ ഇതായിരിക്കും ഉയരം. അപ്പോൾ ഹാഫ് സി ഇൻറ്റു എച്ച് എന്നറിയും. പ്രധാനമായിട്ടും നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നത് പാദത്തിന് നമ്മൾ കൊടുക്കുന്നത് ഇംഗ്ലീഷിൽ ബേസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പാദത്തിന് ബേസ് എന്നും ലെറ്റർ ബി എന്നും സൂചിപ്പിക്കുന്നു. ഉയരത്തിന് ഹൈറ്റ് ലെറ്റർ എച്ച് എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത്, ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു പാദം ബി ഇൻറ്റു ഉയരം എച്ച് ഈക്വൽ ടു ഹാഫ് ബി എച്ച് എന്നാണ്. ഇതാണ് പരപ്പളവ്. അപ്പോൾ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ ഇക്വേഷൻ എന്താ? ഹാഫ് ബി എച്ച്. ഇനി പ്രോബ്ലങ്ങളിലേക്ക് പോവാം. ഒരു ത്രികോണമുണ്ട്. അതിന്റെ പാദം തന്നിട്ടുണ്ട് 4 സെന്റിമീറ്റർ. അതിന്റെ ഉയരവും തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ പരപ്പളവ്, ഏരിയ. എങ്ങനെ കണ്ടുപിടിക്കും? ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയയുടെ ഇക്വേഷൻ ഹാഫ് ബി ഇൻറ്റു എച്ച് എന്നാണ്, ഹാഫ് ബി എച്ച്. ഇവിടെ തന്നിട്ടുണ്ടല്ലേ. പാദം എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 4. ബി ഈക്വൽ ടു 4 സെന്റിമീറ്റർ ആണ്, 4 സെന്റിമീറ്റർ. അടുത്ത ഉയരം എച്ച് ഈസ് ഈക്വൽ ടു, എച്ച് സമം 6 സെന്റിമീറ്റർ. അപ്പൊ ഏരിയ എത്രയായിരിക്കും? ഏരിയ സമം ഹാഫ് ഇൻറ്റു ബിക്ക് പകരം 4 ഗുണം എച്ച്, 6നും എച്ചിന് പകരം 6. എത്രയായി? 6 ഗുണം 4 എത്ര? 24. 24 ഭാഗം 2 12. ഇനി യൂണിറ്റ് എന്താ ഏരിയയുടെ? ഇതും സെന്റിമീറ്റർ ആണ്, ഇതും സെന്റിമീറ്റർ ആണ്. അപ്പൊ 2 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ ത്രികോണത്തിന്റെ ഏരിയ. അങ്ങനെ വേറൊരു ഫിഗർ കൂടി തരട്ടെ.
വേറൊരു ത്രികോണമാണ് പാദം തന്നിട്ടുണ്ട് 8 സെന്റിമീറ്റർ, ഉയരം തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കുക. നമുക്കറിയാം പാദം ബി 8 സെന്റിമീറ്റർ, ഉയരം എച്ച് 3 സെന്റിമീറ്റർ. അങ്ങനെ ഏരിയ സമം ഹാഫ് ഇൻറ്റു 8, ബിക്ക് വരം 8, എച്ചിന് വരം 3 സമം 8 ഗുണം 3, 8 ഇൻറ്റു 3 24, 24 ഭാഗം 2 12 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഇതിന്റെ യൂണിറ്റ്. അപ്പൊ ഈ ചോദ്യം ഒന്നുകൂടെ പറയാം, മനസ്സിലാവത്തോടെ നോക്കിയോ. ഇവിടെ എന്താ തന്നേക്കണേ? ഒരു ത്രികോണം. ഇതിന്റെ പാദം എത്രയാ തന്നേക്കണേ? 8 സെന്റിമീറ്റർ. ഇതാണ് പാദം 8 സെന്റിമീറ്റർ. ഇതിന്റെ ഉയരം എത്രയാ തന്നേക്കുന്നത്? 3 സെന്റിമീറ്റർ. ഇതാണ് ഉയരം. ഈ കുത്തുകണക്കുള്ള വര വരച്ചിരിക്കുന്നത് അതാണ് ഉയരം. അതെത്ര? 3 സെന്റിമീറ്റർ. അപ്പൊ നമുക്കറിയാം ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? സമവാക്യം ഏരിയ സമം ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ഹാഫ് ബി എച്ച്. ഇവിടെ നോക്കിയേ, ഹാഫ് അതേപോലെ എഴുതി. ബി എത്രയാണ്? പാദം എത്രയാണ്? 8 സെന്റിമീറ്റർ. അപ്പൊ ബി ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അടുത്തത് ഉയരം ഹൈറ്റ് എച്ച്, എച്ച് സമം എത്ര? 3 സെന്റിമീറ്റർ എഴുതി. ഇതെല്ലാം കൂടെ എടുത്ത് ഇവിടെ കൊടുത്താൽ എന്ത് വരും? ഏരിയ സമം ഹാഫ് ഇൻറ്റു എച്ചിന് ബിക്ക് പകരം 8, എച്ചിന് പകരം 3. അപ്പൊ ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3, ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3 എന്ന് വന്നു. ഇനി 8 ഇൻറ്റു 3 എത്രയാണ്? 24. 8 ഇൻറ്റു 3 എത്രയാണ്? 24. 24 ഡിവൈഡഡ് ബൈ 2. 24ന്റെ ഹാഫ് എടുത്താലും മതി. 24ന്റെ ഹാഫ് എത്രയാ? 12. 12. ഇനി യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയയുടെ യൂണിറ്റ് എന്താ? സെന്റിമീറ്റർ സ്ക്വയർ. അങ്ങനെ എന്തോന്ന് കിട്ടി? ഏരിയ സമം 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ഇതാണ് പടം. ഒരു ത്രികോണം തന്നിട്ടുണ്ട്. അതിന്റെ പാദം തന്നിട്ടുണ്ട് എത്രയാ? 10 സെന്റിമീറ്റർ. അതിന്റെ ഉയരം തന്നിട്ടുണ്ട് എത്രയാ? 6 സെന്റിമീറ്റർ. ഇതിന്റെ പരപ്പളവാണ് കണ്ടുപിടിക്കേണ്ടത്, ഏരിയ. അപ്പൊ എന്ത് ചെയ്യാം? ഇതിന്റെ ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാം. ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇവിടെ ബിയും എച്ചും എടുത്ത് എഴുതണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് എഴുതും? ബി ഈക്വൽ ടു പാദം എത്രയാ? 10 സെന്റിമീറ്റർ, 10 സെന്റിമീറ്റർ. അടുത്തത് എച്ച് വേണം. എച്ച് ഈക്വൽ ടു, എച്ച് എന്ന് വെച്ചാൽ എന്താ? ഉയരം. ഇതിന്റെ ഉയരം എത്രയാ? 6 സെന്റിമീറ്റർ. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ സമം ഹാഫ് ഇൻറ്റു പിക്ക് പകരം 10 ഗുണം എച്ചിന് പകരം 6, ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 6 എന്ന് കിട്ടി. 10 ഇൻറ്റു 6 എത്രയാ? 10 ഗുണം 6 60, 60 ആണ്. 60യുടെ ഹാഫ് എന്ന് പറയുമ്പം 60ന്റെ പകുതി എത്രയാ? 30. യൂണിറ്റ് എന്താ ഏരിയയുടെ? സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ഏരിയ എത്ര കിട്ടി? 30 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം ഒന്നുകൂടെ പറയാം ഈ ചോദ്യം. നോക്കൂ, ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ത്രികോണം. അതിന്റെ പാദം എത്രയാ? 10, ഉയരം 6 സെന്റിമീറ്റർ. അപ്പൊ പാദം 10 സെന്റിമീറ്ററും ഉയരം 6 സെന്റിമീറ്ററും വരുന്ന ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് പരപ്പളവിന്റെ സമവാക്യം അറിയാം. ഇക്വേഷൻ ഏരിയ സമം ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഏരിയ സമം ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇല്ല, ബി എന്താ എച്ച് എന്താ അതെടുത്ത് എഴുതണം. ബി എന്ന് വെച്ചാൽ എന്താ? ബേസ്. പാദം. പാദം എത്രയാ? 10 സെന്റിമീറ്റർ. അപ്പൊ പാദം സമം 10 സെന്റിമീറ്റർ എഴുതി. അടുത്ത് എന്ത് എഴുതും? എച്ച്. എച്ച് സമം എത്രയാ? ഇവിടെ അടുത്ത് നോക്കണം. എച്ച് എത്രയാ? 6 സെന്റിമീറ്റർ. എച്ച് സമം 6 സെന്റിമീറ്റർ. ഇനി നമ്മൾ നോക്കി ഏരിയയുടെ ഇക്വേഷനിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? ബിക്ക് പകരം 10ഉം എച്ചിന് പകരം 6. അപ്പൊ ഏരിയ സമം ഹാഫ് ഇൻറ്റു 10 ഇൻറ്റു 6. ഇനി ചെയ്താൽ മതി. ക്രിയേറ്റ് ചെയ്താൽ 10 ഇൻറ്റു 6 60, 60. 60ന്റെ പകുതി 30 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 4ാമത്തെ ചോദ്യം. ഫിഗർ വരയ്ക്കുക എല്ലാവരും. ഫിഗർ വരച്ചിട്ട് ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടുത്തെ പാദം, ത്രികോണത്തിന്റെ പാദം എത്രയാ? 8 സെന്റിമീറ്റർ. ഉയരം എത്രയാ? 3 സെന്റിമീറ്റർ.
ഇതുപോലെ തന്നെ ഒരു ത്രികോണം നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലും പഠിച്ചു. പക്ഷേ അതെങ്ങനെയായിരുന്നു? ഏകദേശം ഇങ്ങനെയായിരുന്നു അല്ലേ? ഇവിടെ 8ഉം ഇവിടെ 3ഉമായിരുന്നു. ഇത് കുറച്ചൊന്ന് വ്യത്യാസപ്പെട്ടു. അപ്പൊ ഇതിന്റെ പരപ്പളവ് ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. പാദം എത്രയാ? 8 സെന്റിമീറ്റർ. ഉയരം എത്രയാ? 3 സെന്റിമീറ്റർ. നമുക്കറിയാം ഏരിയ കാണാനുള്ള ഫോർമുല, ഏരിയ കാണാനുള്ള സമവാക്യം എന്താ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി എന്താ? ബേസ്. ബേസ് എന്ന് വെച്ചാൽ എന്താ? പാദം. ബേസ് എന്ന് വെച്ചാൽ എന്താ? പാദം. എച്ച് എന്ന് വെച്ചാൽ എന്താ? ഹൈറ്റ്. ഹൈറ്റ് എന്ന് വെച്ചാൽ ഉയരം, ത്രികോണത്തിന്റെ ഉയരം. അപ്പൊ ഹാഫ് ബി എച്ച് ആണ് പരപ്പളവ് കാണാനുള്ള സമവാക്യം. ഇനി ബി ഇവിടെ എത്രയാ? പാദം എത്രയാ തന്നേക്കണേ? 8 സെന്റിമീറ്റർ എഴുതി. പാദം ബി ഈക്വൽ ടു 8 സെന്റിമീറ്റർ. അടുത്ത എച്ച് ഹൈറ്റ്, ഉയരം എത്രയാ തന്നേക്കുന്നേ? 3 സെന്റിമീറ്റർ. 3 സെന്റിമീറ്റർ എഴുതി. അടുത്തത് ഇനി എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഏരിയ സമം ഹാഫ് ഇൻറ്റു ബിക്ക് പകരം എത്രയാ? 8 സെന്റിമീറ്റർ. 8 ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറയുന്ന ഉയരം. ഉയരത്തിന് എത്രയാ? 3 സെന്റിമീറ്റർ. സമയം എത്ര കിട്ടും? ഇൻക്രീസ് ചെയ്യുമ്പോൾ 8 ഗുണം 3 24. 24/2 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. അപ്പൊ നോക്കിയേ, ഇവിടെ നോക്കിയേ, 8 സെന്റിമീറ്റർ പാദവും 3 സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു ത്രികോണത്തിന്റെ ഏരിയയുടെ ഫോർമുലയാണ് എഴുതിച്ചത്. ഏരിയ സ്റ്റെപ്പ്. ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ബി നോക്കണം. പാദം എത്രയാ? 8 സെന്റിമീറ്റർ. അത് കൊടുത്ത്. എച്ച് ഹൈറ്റ് എത്രയാ? 3 സെന്റിമീറ്റർ. അതും കൊടുത്ത്. ഇത് നോക്കി, ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി എച്ച് ആണ് ഫോർമുല എന്ന് അറിയാം. അപ്പൊ ഹാഫ് ഇൻറ്റു ബിക്ക് പകരം 8 സെന്റിമീറ്റർ, എച്ചിന് പകരം 3 സെന്റിമീറ്റർ. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3 എന്ന് കിട്ടി. 8 ഇൻറ്റു 3 24. അതിന്റെ ഹാഫ് എടുക്കണം. 24ന്റെ ഹാഫ് 12 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് വരും. എന്താണ് ഏരിയ? ഏരിയയുടെ യൂണിറ്റ് എപ്പോഴും 12. ഏരിയയുടെ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും? സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ. അപ്പൊ അടുത്ത 2 ചോദ്യങ്ങളാണ് ഞാൻ വരച്ചിട്ടുണ്ട്. 2 ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട്. ഇത് നോക്കി, 8 സെന്റിമീറ്റർ തന്നെയാണ് പാദം. ഇവിടെ 3 സെന്റിമീറ്റർ ഉയരം. ഇവിടെ നോക്കി, 8 സെന്റിമീറ്റർ പാദവും 3 സെന്റിമീറ്റർ ഉയരവും. രണ്ടിന്റെയും അളവുകളെല്ലാം സെയിം ആണ്. പക്ഷെ ഒരേപോലെയാണ് ഇരിക്കുന്നത്? അല്ല. ഈ ഫിഗർ ഇങ്ങനെയും ഈ ഫിഗർ എന്താ? ഇതിന്റെ നേരെ മിറർ ഇമേജ് പോലെ അല്ലേ? കണ്ണാടി നോക്കുന്ന പോലെയല്ലേ ഇരിക്കുന്നത്? അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഏരിയയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആദ്യം ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കാണാനുള്ള സമവാക്യം എന്താ? ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച് അല്ലേ? ഇവിടുത്തെ ബേസ് ബി എത്രയാ? ബി സമം 8 സെന്റിമീറ്റർ. ഇവിടുത്തെ ഹൈറ്റ് എച്ച് സമം എത്രയാ? 3 സെന്റിമീറ്റർ. അപ്പോ ഏരിയ അങ്ങനെയാണ് വരും. ഏരിയ സമം ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3. എത്ര വരും? ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു 3. 8 ഇൻറ്റു 3 24. 24ന്റെ പകുതി 12. യൂണിറ്റ് എത്ര? യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ ത്രികോണത്തിന്റെ ഏരിയ നമുക്ക് കിട്ടി. ഇനി ഈ ത്രികോണത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? അവിടെയും ഇതേപോലെ തന്നെ ഏരിയ ഈക്വൽ ടു എന്താണ്? ഹാഫ് ബി എച്ച് തന്നെയാണ്. ബി എത്രയാണ് ഇവിടെ? ഇവിടുത്തെ പാദവും 8 അല്ലേ? ഇവിടുത്തെ ബിയും 8 സെന്റിമീറ്റർ. ഇവിടുത്തെ ഉയരവും 3 സെന്റിമീറ്റർ. അപ്പൊ ഇവിടുത്തെ എച്ചും 3 സെന്റിമീറ്റർ. അതിനാൽ ഏരിയ കാണാനുള്ളത് എങ്ങനെയാണ്? ഏരിയ സമം ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു ബിക്ക് വരെ എത്ര കൊടുക്കാം? ബിക്ക് എത്ര കൊടുക്കാം? 8 ഗുണം എച്ചിന് വരെ എത്ര കൊടുക്കാം? 3. എത്ര കിട്ടും? 8 ഗുണം 3 24. 24ന്റെ പകുതി 12. യൂണിറ്റ് എത്ര? സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ നോക്കിയേ, ഇവിടത്തെ ഏരിയയും 12 സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ? പക്ഷെ 2 പടം ഒരേപോലെയാണോ ഇരിക്കുന്നത്? അല്ല. അപ്പൊ 2 പടം തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ? പക്ഷെ ഒരു ബന്ധമുണ്ട് ഇത് തമ്മിൽ. എന്റെ പാദം നോക്കി 8, ഇവിടെയും 8. പാദങ്ങൾ രണ്ടും തുല്യമാണ്. ഉയരം നോക്കി, ഉയരം 3, ഇവിടെയും 3. ഉയരവും തുല്യമാണ്. പക്ഷെ പടം കാണുമ്പോൾ വ്യത്യാസവും. അപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പാദം തുല്യവും ഉയരം തുല്യവുമായിട്ടുള്ള പല ത്രികോണങ്ങളുടെ ഏരിയ തമ്മിലുള്ള ബന്ധമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇനി പഠിക്കും.